ഹായ് ഓൾ. 2026 അയർലൻഡിലേക്ക് നഴ്സിംഗ് ജോബിനായി വരാൻ കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ? അയർലൻഡിലേക്കുള്ള പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചും കൺഫ്യൂഷൻ ആണോ നിങ്ങൾക്ക്? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ബാക്കിയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കമൻസ് ആയിട്ട് എന്നെ അറിയിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് NMBI രജിസ്ട്രേഷൻ കാര്യങ്ങൾ, അത് കഴിഞ്ഞിട്ടുള്ള ഫർദർ സ്റ്റെപ്സ്, അതിനെക്കുറിച്ചൊക്കെയാണ്. ഓക്കെ, അപ്പം NMBI രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേരള നഴ്സിംഗ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ കർണാടക നഴ്സിംഗ് രജിസ്ട്രേഷൻ, അങ്ങനെ നമ്മുടെ നഴ്സിംഗ് കൗൺസിലൊക്കെ രജിസ്ട്രേഷൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ അയർലൻഡിലെ നഴ്സിംഗ് മിഡ്വൈഫറി കൗൺസിലിൽ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ NMBAയുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് കുറച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട്. അത് ആ ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്യുക. നമ്മൾക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. മെയിനായിട്ട് പാസ്പോർട്ട്, നമ്മുടെ ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റിനെ കാണിക്കുന്ന OET ഓർ IELTS ഏതെങ്കിലും ഒരു നമ്മുടെ ടെസ്റ്റിൻ്റെ സ്കോർ ഷീറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങൾ, കോഴ്സ് സർട്ടിഫിക്കേഷന്, അപ്പം ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ NMBA രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ അപ്രൂവ് ആകാനായിട്ട് അവർ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്ത് നമുക്കത് വെരിഫൈ ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതായത് ഒരു 3 to 6 months ആണ് നോർമലി അവർ പറയുന്നത്. പക്ഷേ അതിലും നമുക്ക് ചിലപ്പം ലോങ് ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ 1 വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ അതായത് നമുക്ക് അയർലൻഡിലോട്ടുള്ള പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഇച്ചിരി പേഷ്യൻസ് വേണ്ട ഒരു പ്രോസസ്സിംഗ് ആണ്. കാരണം അത് കുറച്ച് ഡിലേ ആണ് ബാക്കിയുള്ള കൺട്രി ആയിട്ട്. കമ്പയറിങ് ടു UK ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് കുറച്ചൊരു ഡിലേ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പേഷ്യൻസ് നമുക്ക് വേണം. കാരണം ഞാനിപ്പോൾ പറയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, കാരണം ഞാൻ എൻ്റെ OET ഞാൻ എൻ്റെ NMBA പ്രോസസ്സിങ്ങിന് ചെയ്ത് എനിക്ക് എൻ്റെ ഇവിടെ അയർലൻഡിൽ എത്താനായിട്ട് ഒത്തിരി ടൈം എടുത്തു. കാരണം ഞാൻ എൻ്റെ ബാക്കിയുള്ള എൻ്റെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ UK പോകാനായിട്ട് നോക്കിയപ്പോൾ അവരവിടെ എത്തി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് അയർലൻഡിൽ എത്താൻ പറ്റുക. അപ്പം നമുക്കാണെങ്കിലും നമ്മളിങ്ങനെ പ്രോസസ്സിങ് ചെയ്യുമ്പോൾ നമുക്കൊരു ഉള്ളൊരു വിഷമമൊക്കെ തോന്നാം. പക്ഷെ നമ്മൾ ബി പോസിറ്റീവ്, നമ്മളെപ്പോഴും ഒരു പോസിറ്റീവായിട്ട് ഇരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, കാരണം അത് എല്ലാവർക്കും അങ്ങനെ ഡിലേസ് ഉണ്ടാകുന്നതാണ് നിങ്ങൾ മനസ്സിൽ ഓർക്കുക. ഓക്കെ, അപ്പം വൈകി വരുന്ന കാര്യങ്ങൾ കൂടുതൽ നല്ലതിനാണ് നമ്മളെപ്പോഴും പറയില്ലേ. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്ത് കിട്ടാൻ കുറച്ച്, ഇപ്പോൾ നമുക്കൊരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം സമയം എടുക്കുന്നു. അതെല്ലാം ഓക്കെ ആണെങ്കിൽ അവർ നമുക്കൊരു ഡിസിഷൻ ലെറ്റർ ഇഷ്യൂ ചെയ്യും. അപ്പോൾ ആ ഒരു ഡിസിഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അയർലൻഡിലേക്ക് നമുക്ക് ജോബ് ഹണ്ടിങ് അല്ലെങ്കിൽ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ, അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഏതാണോ നമുക്ക് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ആ ഒരു ടെസ്റ്റ് കാര്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് നമുക്ക് ഡിസിഷൻ ലെറ്റർ കൂടിയേ തീരും. അപ്പോൾ ഡിസിഷൻ ലെറ്ററിൻ്റെ ഒരു എക്സ്പയറി എന്ന് പറയുന്നത് 1 year ആണ്. അപ്പോൾ ആ 1 yearനുള്ളിൽ 6 months to 1 year ആയിരുന്നു. പണ്ടൊക്കെ 6 months ആയിരുന്നു, പിന്നെ ഇത് 1 year ആക്കി. പിന്നെ ഇടയ്ക്കൊക്കെ അത് കോവിഡിൻ്റെ സമയത്ത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാറില്ല. ബട്ട് ചില സാഹചര്യങ്ങളിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ടെന്നും പറയുന്ന കേൾക്കുന്നു. പക്ഷെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് 1 year വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ ആ 1 yearനുള്ളിൽ നമുക്ക് അയർലൻഡിൽ വന്ന് ആപ്റ്റിറ്റ്യൂഡ് എക്സാം എഴുതണം. അപ്പോൾ അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസിഷൻ ലെറ്റർ കിട്ടുമ്പോൾ തന്നെ നമ്മൾ അതായത് അതിൻ്റെ എക്സ്പയറി നോക്കുന്നത് നമുക്ക് എന്ന് കിട്ടിയെന്നനുസരിച്ചല്ല, എന്നാണ് അത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ആ ഇഷ്യൂ ഡേറ്റ് തൊട്ടാണ് അവർ എക്സ്പയറി നോക്കുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മുടെ കൈ കിട്ടുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജോബ് ഹണ്ടിങ് അല്ലെങ്കിൽ നമുക്ക് ജോബ് ആപ്ലിക്കേഷനൊക്കെ നമുക്ക് കൊടുത്തു തുടങ്ങാം. അതായത് നമ്മൾ ഒന്നെങ്കിൽ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ നഴ്സിംഗ് ഹോംസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും റിക്രൂട്ടിംഗ് ഏജൻസിനെ കോൺടാക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ആപ്ലിക്കേഷൻ നമുക്ക് സെൻഡ് ചെയ്യാം. പിന്നെ എന്താണോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന എയ്തർ അഡാപ്റ്റേഷൻ ഓർ
ആപ്റ്റിറ്റ്യൂഡ് കോഴ്സ് ഏതാണോ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക കാര്യങ്ങൾ. അപ്പം നമുക്ക് വൺസ് നമ്മുടെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു നമുക്ക് കഴിയുമ്പോൾ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടും. അപ്പം മെയിനായിട്ട് നമ്മൾ ഇൻ്റർവ്യൂവിൽ നമ്മൾ നോക്കേണ്ട ചില എംപ്ലോയീസ് നമുക്ക് ട്രാവൽ ആൻഡ് അക്കോമഡേഷൻ അലവൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് തരും. പിന്നെ ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഫീ കാര്യങ്ങളൊക്കെ അവർ തരും. അങ്ങനെയൊക്കെയുള്ള ചില ഏജൻസി അല്ലെങ്കിൽ ചില നമ്മുടെ എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എംപ്ലോയീസിനെ കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമുണ്ടായിരിക്കും. അപ്പം നമുക്ക് ഏതാണോ കിട്ടുന്നത് അപ്പം നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. പക്ഷെ എന്നാലും എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് നമുക്ക് നാട്ടിൽ നിന്ന് നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും അയർലൻഡിൽ എത്തുക എന്നുള്ളത്. അപ്പം നമ്മൾ മാക്സിമം സമയം കളയാതെ ഏതാണോ നമുക്ക് ഇൻ്റർവ്യൂ കിട്ടിയെന്ന് ആ ഇൻ്റർവ്യൂവിൽ നമ്മൾ മാക്സിമം ഇവിടെ വരാൻ ശ്രമിക്കുക, ഇവിടെ എത്തുക. എന്നിട്ട് ഇവിടെ എത്തിയിട്ട് നമുക്ക് പിന്നീട് നമ്മൾക്ക് മാറാം. അതുകൊണ്ട് നമ്മൾ അത്രയ്ക്ക് അങ്ങ് പറയാണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് അങ്ങനെ എല്ലാം കൂടെ സ്പോൺസർ ചെയ്യുന്ന എംപ്ലോയേഴ്സിനെ കിട്ടുവാണെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ എന്താണേലും അതുകൊണ്ട് അപ്പം നമുക്ക് കുറച്ചുകൂടെയൊക്കെ എളുപ്പം ഉണ്ടായിരിക്കും ഇവിടെ വന്നു കഴിയുമ്പം. നമുക്ക് അത്ര എക്സ്പെൻസും കാര്യങ്ങളൊന്നും ആകുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് അപ്പം എംപ്ലോയീസ് തന്നെ നമുക്ക് വിസ കാര്യങ്ങളൊക്കെ തരും. അപ്പം നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിസ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം വിസ കാര്യങ്ങളെക്കുറിച്ച് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒരു എറ്റിപ്പിക്കൽ വിസ, ഒരു ടെമ്പററി വിസയിലായിരിക്കും വരുന്നത്. അത് 3 മാസത്തെ വാലിഡിറ്റി ഉള്ളു. അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും നമ്മളത് ഇവിടെ വന്ന് ക്രിട്ടിക്കൽ കെയർ വിസയിലോട്ട് കൺവേർട്ട് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വന്നിട്ട് മതി. അപ്പം നാട്ടിൽ നിന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പം ഡിസിഷൻ ലെറ്റർ എക്സ്പയർ ആവുന്നതിന് മുമ്പേ നമുക്ക് വിസ കാര്യങ്ങളൊക്കെ കിട്ടിയേ തീരൂ. ഓക്കെ, കാരണം എക്സ്പയർ ആകാത്ത ഡിസിഷൻ ലെറ്റർ എന്ന് പറയുന്നത് വിസയുടെ ആപ്ലിക്കേഷൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇത് അവർക്ക് അയച്ചു കൊടുക്കേണ്ട കാര്യമാണ് കേട്ടോ. എങ്കിലേ എംപ്ലോയേഴ്സിന് വിസ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടി മാക്സിമം പ്രിപ്പയർ ചെയ്യുക. അപ്പം അഡാപ്റ്റേഷൻ ആണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഓൾറെഡി ഇപ്പം അയർലൻഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് സാധനങ്ങൾ കൊണ്ടുവരേണ്ടത്, ബാഗിൽ പാക്ക് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ടാഗ് ചെയ്തിട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആവശ്യത്തിന് സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വിസ ടിക്കറ്റൊക്കെ വിസ കിട്ടിക്കഴിഞ്ഞ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. അപ്പോൾ ബുക്ക് ചെയ്ത് നമ്മൾ അയർലൻഡിലേക്ക് വരിക. അപ്പോൾ അയർലൻഡിലേക്ക് വരുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കിവിടെ അയർലൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് ക്യാഷോ ATM കാർഡോ ബാങ്ക് അക്കൗണ്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് ക്യാഷ് ഇൻ ഹാൻഡ് നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. ഇപ്പം നമ്മൾ ഏജൻസി ത്രൂ ഒക്കെയാണ് വരുന്നതെങ്കിൽ ഏജൻസി നമ്മളോട് പറയും എത്ര രൂപയൊക്കെയാണ് ഏകദേശം കൊണ്ടുവരേണ്ടതെന്ന്. പക്ഷേ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ 2021 ഇവിടെ വന്നപ്പോൾ ഞാനൊരു 2000 യൂറോ 2000 യൂറോളം ഞാൻ കൊണ്ടുവന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇപ്പോഴാണേലും നിങ്ങൾ വരുമ്പം ഏകദേശം ഒരു 2500 അല്ലെങ്കിൽ 3000 യൂറോളം നിങ്ങൾ ക്യാഷ് ഇൻ ഹാൻഡ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് സേഫായിട്ട് വെക്കുക. കാരണം നമ്മൾ കൊണ്ടുവരിക എന്ന് പറയാൻ കാരണം നമുക്കിവിടെ പെട്ടെന്ന് വരുമ്പോഴത്തേനും നമുക്ക് റെൻറ്റ് ഒക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. റെൻറ്റിൻ്റെ ഡിപ്പോസിറ്റ് കൊടുക്കാനും റെൻറ്റ് കൊടുക്കാനും പിന്നെ നിങ്ങളുടെ ഗ്രോസറി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് പൈസയുടെ ആവശ്യങ്ങളൊക്കെ കാണും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ഓടിക്കാനായിട്ട് നമ്മുടെ സാലറി കിട്ടുന്നോളം വരെ ഓടിക്കാനായിട്ട് നമുക്ക് കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ കൊണ്ടുവരേണ്ട. അപ്പം അത് മാക്സിമം നമ്മൾ ചെറിയ നോട്ടുകളായിട്ട് ഇപ്പോൾ എല്ലാം ഒരു 100 യൂറോ ആക്കി കൊണ്ടുവരാതെ 5 യൂറോ 10 യൂറോ അല്ലെങ്കിൽ 20 യൂറോ 50 യൂറോയുടെ തന്നെ കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നമുക്ക് ചേഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് പറയുക. അപ്പം ഇത്രയേ ഉള്ളൂ പറയാനുള്ളത്. നമുക്ക് NMBA പ്രോസസ്സിങ് നമുക്ക് കുറച്ച് ഡിലേ ആണെന്ന് തോന്നും. പക്ഷെ നമ്മൾ ബി പോസിറ്റീവ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു സ്ട്രക്ചേർഡ് മാനറിൽ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡിസിഷൻ ലെറ്റർ എക്സ്പയർ ആവുന്നതിന് മുമ്പേ നമുക്ക് ഇവിടെ എത്താനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അയർലൻഡ് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഹൗസ് ഹണ്ടിങ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ.
അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.